അങ്ങനെ ഞാനും ജേടുക്കൂട്ടനും ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഒരു കാട് വെളിപ്പിക്കൽ പ്രക്രിയയിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഐ മീൻ ഷോപ്പിംഗ്. നമ്മുടെ കാട് വെളുപ്പിക്കാനാണല്ലോ ഷോപ്പിങ്ങിന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി കേട്ടോ. ഞാനൊരു എന്താ പറയേണ്ടത്, ഒരു വൈറ്റിൽ പിങ്ക് കളറുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ഡ്രസ്സൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇതെൻ്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് തന്ന. കൊള്ളാം അല്ലേ? ബെഡ്ഷീറ്റുമായിട്ട് നല്ല മാച്ചിങ്. അങ്ങനെ ഞാനും ജേടും കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഈ പ്രാവശ്യം വണ്ടിയില്ല. ഞങ്ങൾ നടരാജ് മോട്ടോഴ്സിനാണ് പോകുന്നത്. ഇത്രയും ചൂടും പിടിച്ച് ആ കുടയൊക്കെ ചൂടി ഗ്ലാസ്സൊക്കെ വെച്ച് പോകാനുള്ള ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ എഫേർട്ടിനെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്നാലും ഷോപ്പിംഗ് എന്ന് പറയുന്നൊരു ക്രേസാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയായി പോയിട്ട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇന്നാൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് ആ ഒരു ഷോപ്പിംഗ് ക്രേസ് ഇല്ലെന്നല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇപ്പോൾ ഒരു മൂഡില്ലെന്നേ. അങ്ങനെ മറ്റേത് ഞാൻ കുറച്ച് സ്കൂളിലും ജസ്റ്റ് ഓഫീസിലും ഒക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഇരിക്കുമ്പോൾ ഒരു ഷോപ്പിങ്ങും ഒരു പർച്ചേസിങ്ങും ഒരു ബ്യൂട്ടി പാർലർ പോക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്തോ ഒത്തിരി നാളായി. അങ്ങനെ വിചാരിച്ചു, എന്നാൽ കൊച്ചിന് സ്കൂളൊക്കെ അടച്ചതല്ലേ, കൊച്ചിനെയും കൊണ്ട് പോയേക്കാന്ന്. അത് മാത്രമല്ല കേട്ടോ, അവൻ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴൊക്കെ അല്ലേ നമ്മുടെ അടുത്ത് പിള്ളേർ വരുള്ളൂ അല്ലേ? ഇച്ചിരി കൂടെ വലുതായി കഴിയുമ്പം പിള്ളേരൊന്നും നമ്മുടെ അടുത്ത് ഷോപ്പിങ്ങിനൊന്നും വരികയല്ലെന്നേ. അങ്ങനെ കയറിയ ഉടനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ നേരെ പോയത് കുറേ റെസ്റ്റോറൻറ്റ്സ് നമ്മുടെ ലിസ്റ്റ് വന്ന്, കുറേ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയി. അവസാനം അവൻ തന്നെ പറഞ്ഞു, അമ്മ നമുക്ക് പാപ്പാ റൊട്ടിയിൽ കയറാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പാപ്പാ റൊട്ടിയിലാണ് കയറിയത്. നിങ്ങളിവിടുത്തെ ബണ്ണ് കഴിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല പൊളി ബണ്ണ. കഴിച്ചിട്ടില്ലാത്തവരൊന്നും കയറി കഴിച്ചു നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാക്കിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും കുറേ ഉണ്ടെന്ന്. പക്ഷേ അത് കട്ട് ചെയ്ത് വായിലിടുമ്പോൾ ഉണ്ടല്ലോ അത്രയ്ക്ക് സോഫ്റ്റ്, അത്രയും നല്ല സോഫ്റ്റ് ബണ്ണ്. ഞങ്ങൾ അതിൻ്റെ വലിയ ഫാനാണ് കേട്ടോ, ഞാനും ചേടും. അങ്ങനെ പാപ്പാ റോട്ടിയിൽ മെയിനായിട്ട് ഞങ്ങൾ ബണ്ണ് തന്നെയാണ് പറഞ്ഞത്. ഹെവി മീലൊന്നും കഴിക്കാനുള്ള വിശപ്പൊന്നും ഇല്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ ബണ്ണ് വന്നു. ബണ്ണെന്ന് പറഞ്ഞാൽ ബണ്ണയിലാണെങ്കിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒത്തിരി ഫ്ലേവർ ഉള്ളതും ക്യാരാമലും അല്ലാതെ എന്താ പറയുന്നത് പിസ്റ്റാച്ചോ ഒക്കെ ഉള്ളതുണ്ട്. പക്ഷെ നമുക്ക് പ്ലെയിൻ ഇഷ്ടമായതുകൊണ്ട് പ്ലെയിൻ വാങ്ങിച്ചു. പിന്നെ ചേട്ടനോട് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ അവന് ഡ്രിങ്ക്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരുടെ എന്താ പറയുന്നത് മെനുവിൽ ഒരു സ്പെഷ്യൽ ഒരു പുതിയൊരു ഡ്രിങ്ക് കണ്ടു, മാംഗോ പ്ലസ് എന്തോ സംതിങ് എൽസ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ പടത്തിൽ നല്ല മാംഗോയുടെ കളറായിരുന്നു കേട്ടോ. പക്ഷെ വന്നപ്പോൾ അത്ര വലിയ കളറൊന്നുമില്ല. പക്ഷേ മാംഗോ പ്ലസ് കോക്കനട്ട് ആയിരുന്നു കേട്ടോ. പക്ഷെ കുടിച്ചപ്പോൾ നല്ല യമ്മി ആയിരുന്നു. ഞാൻ അങ്ങനെ മധുരം കുടിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് അറിയുന്നത്, പുതിയ ഡിഷൊക്കെ നമ്മൾ അറിയണ്ടേ. പക്ഷെ കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഡ്രിങ്ക്സ് ഞാൻ മാത്രം കുടിച്ചു, ജേഡ് കുടിച്ചില്ല എന്ന് വിചാരിക്കേണ്ട. അവൻ കുടിക്കാൻ എന്നാന്ന് വെച്ചാൽ അവനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അവന് ബബിൾ ടീ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ബബിൾ ടീ അവിടെ ഇല്ല, അത് കിട്ടുന്നൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആശാൻ വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിണ്ടിത്തിരിയാൻ തുടങ്ങി. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കയറി കേട്ടോ. എനിക്ക് നല്ല രസമില്ല, ഓരോ മഗ്ഗൊക്കെ കാണാൻ നല്ല. അത് തന്നെയല്ല ഇപ്പോൾ ഈ ജൂൺ മാസമൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ എല്ലാ കടലിലും പ്രൊമോഷൻസ് ആണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൈ ധരിച്ചിട്ട് എനിക്ക് തന്നെ ഇരിക്കാൻ പറ്റില്ല, എന്തൊക്കെയോ എടുക്കാൻ. അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ട്രിട്ടറുണ്ട് അവിടെ. ഓർക്കുന്നത് ഇന്നാലും ഞാനത് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തൊന്നും ഇല്ലല്ലേ. അതിൻ്റെ ട്രിട്ടർ ഞാൻ അന്ന് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ ട്രിട്ടർ വേണമെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ പോയാൽ മതി. അതാകുമ്പോൾ നമുക്ക് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ കറക്റ്റ് സ്കിന്നിന് സ്യൂട്ട് ആയത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളേ. അങ്ങനെ അവിടുന്ന് കുറച്ച് കറക്കമൊക്കെ കറങ്ങി ഞാനും ചേടും കൂടെ എവിടെ ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞില്ലല്ലേ. ഞാനത് പറയുന്നില്ല എവിടാ പോയെന്ന്. കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ, എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ എവിടാ ഞാൻ പോയെന്ന്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് ഇതല്ലേ ഉള്ളൂ. അല്ലാത്ത ഷോപ്പിംഗ് മോൾ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, വണ്ടി ഇല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ എന്തായിരുന്നു, നമ്മുടെ ഷവർമ്മയില്ലേ, ഷവർമ്മ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന സമയമൊക്കെ 6 ജസ്റ്റിക്ക് ഒരു ഷവർമ്മ വാങ്ങിച്ചേക്കാൻ. നേരം ജസ്റ്റിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ അവിടെ കയറി ഷവർമ്മയൊക്കെ വാങ്ങിച്ചു കേട്ടോ. കഴിച്ചൊന്നുമില്ല, ഷവർമ്മയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡിഡാസിൽ കയറി. അഡിഡാസിൽ നോക്കി, ഒരാൾ അഡിഡാസിൽ നോക്കിയപ്പോൾ അവിടുത്തെ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നു. ഞാൻ സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ ജസ്റ്റി മോന് ടീഷർട്ട് ഭയങ്കര ഭ്രാന്താണ്. അപ്പോൾ ടീഷർട്ട് നോക്കിയപ്പോൾ നല്ല ടീഷർട്ടൊക്കെ കണ്ടപ്പോൾ എടുത്താൽ നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ എടുക്കണ്ടേ അല്ലേ. ജസ്റ്റിക്ക് ഈ പടമുള്ള ടീഷർട്ടൊക്കെ ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ അവിടുന്ന് ഈ ടീഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജേടുക്കുട്ടൻ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി, പാവമുണ്ട്, ക്ഷീണം കാരണം ഉറങ്ങിയതാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നേരെ നമ്മൾ US പോളോയിൽ പോയി കേട്ടോ. US പോളോയും ജസ്റ്റിയുടെ ഫേവറേറ്റ് ഒരു ടീഷർട്ട് ബ്രാൻഡാണ്. അത് അവിടെ നല്ല സെയിലൊക്കെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, കുറേ ടീഷർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അവിടുത്തെ മിക്ക ടീഷർട്ട്സും ജസ്റ്റിക്കുള്ള കളർ തന്നെ. ജസ്റ്റിക്ക് ഇല്ലാത്ത കളറൊന്നും അധികം കണ്ടില്ല. എന്നാലും ഒന്ന് രണ്ടെണ്ണമൊക്കെ വാങ്ങിച്ചു. പിന്നെ ജസ്റ്റിക്ക് വാങ്ങിക്കാനാന്നൊക്കെ പറഞ്ഞ് പോയതിന് പോയാലും എനിക്ക് വിട്ടു നോക്കാമല്ലോ. ഞാൻ ജസ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതൊന്നുമല്ല. പക്ഷേ ജസ്റ്റിയുടെ ഒരു പ്രത്യേകത, ജസ്റ്റിയുടെ എല്ലാ ടീഷർട്ടുകളും തന്നെ, ജസ്റ്റിയുടെ ഷർട്ടും ടീഷർട്ടും പാൻറ്റും ഒക്കെ മിക്കതും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ജസ്റ്റ് തന്നെ പോയി ഒന്നും എടുക്കാറില്ല. ഒന്നെങ്കിൽ ഞാൻ തന്നെ പോയി എടുക്കും, അല്ലെ ഞാനും ജസ്റ്റിയൂടെ പോകുമ്പോൾ ജസ്റ്റിക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ട എടുക്കും. പക്ഷേ ജസ്റ്റ് തന്നെ ഒരിക്കലും ഒരു സാധനം, ഇത് കണ്ടോ ഇത്രയും സാധനം ഞാൻ ജസ്റ്റ് മോന് വാങ്ങിച്ചു കേട്ടോ. അതിലെനിക്ക് ഞാൻ ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ, കൊച്ചിനും ഒന്നും വാങ്ങിച്ചിട്ടില്ല. ബാക്കി മുഴുവൻ നമ്മുടെ ജസ്റ്റ് മോനാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ നല്ല ലവിങ് ആൻഡ് കെയറിങ് വൈഫാന്ന്. ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് എൻ്റെ കാശ് കൊണ്ട് എനിക്ക് മാത്രമല്ല, അങ്ങനെ വാങ്ങിക്കുന്നവരും ഉണ്ടാവും അല്ലേ. പക്ഷേ ഞാൻ മെയിനായിട്ടും വാങ്ങിക്കുന്നത് ജസ്റ്റിക്കാന്നേ ഉള്ളൂ. എന്നെപ്പോലെ ഷോപ്പിങ്ങിന് പോകുമ്പം കെട്ടിയവന്മാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്ന കെട്ടിയോളുമാരുണ്ടോ, അതോ നമ്മൾ ഭാര്യമാർ മാത്രം എടുത്ത സാധനങ്ങൾ ഇടുന്ന കെട്ടിയവന്മാരോ, അങ്ങനെയുള്ളവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വൈഫ് എടുത്തു കൊടുക്കുന്ന ഡ്രസ്സൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതെന്നുള്ള കെട്ടിയവന്മാർ നമുക്ക് നോക്കാമല്ലോ ആരൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ അവിടെ നിന്ന് കുറേ, ശരിക്കും എനിക്ക് ഈ ടീഷർട്ട്സൊക്കെ ജസ്റ്റിക്ക് ഒത്തിരി ഉണ്ടെങ്കിലും ഈ ചില ടീഷർട്ടിൽ ഈ ഡിസൈൻസൊക്കെ മാറി മാറി വരുന്നത് ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ജസ്റ്റ് ഭയങ്കര ടീഷർട്ട് ഭ്രാന്തനാന്നേ. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു പൊട്ടറ്റോ ഷോപ്പുണ്ട്. പൊട്ടറ്റോസിൻ്റെ സാധനം മാത്രം സെയിൽ ചെയ്യുന്നത്. അവിടെ കയറി ജെഡുവിന് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്ടോറിയ സീക്രട്ട് കയറാൻ ചെന്നപ്പോൾ ജെഡു അവിടെ കയറത്തില്ല. അമ്മ അത് ലേഡീസിൻ്റെ മാത്രം ഷോപ്പാണ്. കാരണം ലേഡീസിന് ഇന്നർവിയർ ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടേ കൊച്ചിനൊരു ചമ്മൽ അതിനകത്ത് എന്നോട് കയറാൻ. അപ്പം കഷ്ടമുണ്ടല്ലേ, അവന് നാണക്കേട് കാരണം കയറിയില്ല, അവൻ പുറത്ത് നിന്നു. അപ്പോൾ പാവമുണ്ട് കേട്ടോ. അങ്ങനെ നിന്നല്ലേ എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ കൊടുത്തു. അവന് ഇഷ്ടമുള്ളൊരു പൊട്ടറ്റോ ഞാൻ ചോദിച്ചാൽ വേണോന്ന്. വേണ്ടമ്മ എന്നൊക്കെ അത് പറഞ്ഞു കേട്ടോ. അവന് ഇഷ്ടം എന്താ പറയുക, ഒത്തിരി അങ്ങനെ ആക്രാന്തം അങ്ങനെയൊന്നും ഇല്ല, അല്ല അത് വേണം ഇത് വേണമെന്നൊന്നുമില്ല. പക്ഷേ എനിക്കൊരാഗ്രഹം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അവിടുന്ന് പൊട്ടറ്റോ വിങ്സും പൊട്ടറ്റോ വെജീസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞില്ലേ വിക്ടോറിയ സീക്രട്ടിൽ സെയിൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. എനിക്കതിനകത്ത് കയറുകയും വേണം, കുറച്ച് സാധനം എടുക്കുകയും വേണം. പക്ഷേ ജേഡ് വരത്തും ഇല്ലാത്തത് കൊണ്ട് ജേഡ് അവിടെ പുറത്ത് തന്നെ നിന്നു. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പോയി നോക്കി. പിന്നെ അവസാനം അവൻ പറഞ്ഞ ബബിൾ ടീ വാങ്ങിച്ചു കേട്ടോ. ഈ ഒരു സാധനമാണ് മുമ്പേ അവൻ വേണമെന്ന് പറഞ്ഞിട്ട് മറ്റിടത്തുനിന്ന് നമ്മുടെ എന്താ പറയുന്നത് പാപ്പാറോട്ടിന്ന് ഡ്രിങ്ക്സ് കുടിക്കാതിരുന്നേ. അതുകൊണ്ട് തന്നെ അവന് ബബിൾ ടീ വാങ്ങിച്ചു കൊടുത്തു. അവിടുത്തെ ഒരു പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ ഉണ്ട് ഒരു ബബിൾ ടീയുടെ, ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്. അങ്ങനെ എപ്പോഴും പോകുമ്പോഴൊന്നും, എപ്പോഴും അല്ല സാധാരണ വേണമെന്നൊന്നും പറയുന്നതല്ല, പക്ഷേ ഇതിപ്പോൾ എനിക്കൊന്ന് നമ്മൾ ചൂടത്ത് നടന്നു പോയതല്ലേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ബബിൾ ടീ ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഹോം സെൻറ്ററിലാണ് പോയത്. എല്ലാ ഷോപ്പിലും പോകുന്നൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഹോം സെൻറ്ററിൽ കയറിയപ്പോൾ എൻ്റെ പൊന്നെ ഇത് കണ്ട് ഈ ഫ്ലവേഴ്സൊക്കെ നോക്കി കണ്ട പക്ക ഒറിജിനൽ പോലെ തന്നെ. നമ്മളത് ടച്ച് ചെയ്താലും നമുക്ക് ഒറിജിനൽ ഫ്ലവർ ആണെന്ന് മാത്രമേ തോന്നുള്ളൂ കേട്ടോ. അതേപോലത്തെ ഒറിജിനാലിറ്റി, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷെ നല്ല രസമില്ലേ? അതെനിക്കിതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്കല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സ് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ജസ്റ്റ് എനിക്ക് ഫ്ലവർ ഗിഫ്റ്റ് തരുന്നത് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ എനിക്ക് കൈട്ട് വാരി വാങ്ങിക്കാൻ തോന്നി. പിന്നെ ഞാൻ ഇതെല്ലാം ഞാൻ എവിടെ കൊണ്ട് വെക്കാനാ? നമ്മുടെ വീട്ടിലാകെ കുറച്ച് ഇടയല്ലേ ഉള്ളൂ, ഇതെല്ലാം കൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും നമ്മൾ പെണ്ണുങ്ങൾ പോകുമ്പം ഈ ഒരു സാധനം കണ്ട് നമ്മുടെ വീട്ടിലുണ്ട് ഈ ഒരു സാധനം. നമ്മൾ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പണ്ടൊക്കെ എനിക്ക് എൻ്റെ ഡ്രസ്സുകളോടൊക്കെ ആയിരുന്നു ക്രൈസേ. ഇപ്പോഴും ക്രൈസ് അത്ര ഇല്ലെന്നല്ല, പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഹോം ആക്സസറീസ്, ഹോം ഡെക്കോർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നുന്നേ. പക്ഷേ ഇനിയിപ്പോൾ വാങ്ങിക്കാൻ പ്രത്യേകിച്ച് ഇവിടെ സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ വീഡിയോ എടുത്ത് നടന്ന കേട്ടോ. ഓരോന്നൊക്കെ കണ്ടപ്പോൾ ചില നല്ല സാധനങ്ങൾ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കണമെന്ന് തോന്നും. പിന്നെ അത് തന്നെയല്ല, ഹോം സെൻറ്ററിൽ നല്ല പ്രൊമോഷൻ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കംഫോർട്ടറിൻ്റെ കവറൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത് കണ്ടോ കംഫോർട്ടറിൻ്റെ ഒക്കെ കവർ ഞാൻ ഈ ഹോം സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. പ്രൊമോഷൻ വരുമ്പോൾ വാങ്ങിക്കത്തേ ഉള്ളൂ കേട്ടോ, അല്ല ഒറിജിനൽ പ്രൈസ് ഒന്നും കൊടുത്ത് വാങ്ങിക്കത്തില്ല. അതിപ്പോൾ ഇവിടെ അബുദാബിയിൽ യുഎയിലൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ. ആരാ ഒറിജിനൽ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്നത് അല്ലേ? എല്ലാവരും സെയിലല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനും സെയിൽ കണ്ടപ്പോൾ വാങ്ങിക്കാൻ പോയതാണ്. അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ചുറ്റിക്കറങ്ങി. ഞാൻ പറഞ്ഞില്ലേ നല്ല കംഫോർട്ടറും നല്ല സോഫ സെറ്റ്, അത് ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറില്ല കേട്ടോ. സോഫയുടെ കുഷ്യൻസ് ഇല്ലേ, അതിൻ്റെ കവറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഓരോന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതല്ല,
അങ്ങനെ സെയിൽ കാണുമ്പോൾ വാങ്ങിക്കുന്നത്. ഇത് കണ്ടോ, അവിടെയും അവിടെ കിടന്നേ അവിടുത്തെ സോഫയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ഉറക്കം വരുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് സങ്കടം വന്നൊരു കാര്യം ഇത് കണ്ടോ, ഈ ഒരു ഫ്ലവർ വേസും കണ്ടോ, നല്ല രസമില്ലായിരുന്നോ? ഞാൻ ബില്ല് കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത്. പിന്നെ കൊച്ചിന് ഉറക്കം വന്നുകൊണ്ടുണ്ടല്ലോ, പിന്നെ എനിക്കത് വാങ്ങിക്കാൻ തോന്നിയില്ല. ഞാനത് പിന്നെ വന്ന് വാങ്ങിക്കാമെന്ന്. ആ ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ആ ഒരു ഫ്ലവർ വേസൻ. പക്ഷേ ഉണ്ടല്ലോ, രണ്ടാമത് ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പോൾ ആ സാധനം മുഴുവൻ സെയിൽ തീർന്നു പോയെന്നേ. അത് കിട്ടിയില്ല. ഞാൻ അവരുടെ ഓൺലൈനിലും നോക്കി, ഓൺലൈനിലും ഇല്ല. എനിക്ക് പക്ഷേ അത് വിഷമമായി പോയി കേട്ടോ. ഞാൻ അപ്പോൾ അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു ഫ്ലവർ വെക്കുന്നതിൻ്റെ ആ ബേസ് നല്ല രസമില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കോഫി ടൈം ആയി കേട്ടോ. നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് കോഫി വാങ്ങിക്കാതെ എന്തെങ്കിലും വരാറുണ്ടോ? അങ്ങനെ ഞങ്ങൾ ടിം ഹോട്ടൻസിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഓരോ കോഫിയൊക്കെ പറഞ്ഞു, പിന്നെ ഓരോ കോസോൺസ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചില്ലടിച്ചിരിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ വിചാരിച്ചു ജസ്റ്റ് ആ സമയത്ത് എങ്ങനെ അതുവഴി പാസ് ചെയ്യുവാണെങ്കിൽ ജസ്റ്റിയുടെ വണ്ടിക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാമല്ലോ. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ജസ്റ്റ് വന്നില്ല. ജസ്റ്റ് പറഞ്ഞു ഞാൻ ഇനി ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആവുന്നു. ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു, ജസ്റ്റ് ലേറ്റ് ആകും തോറും കാർഡുകൾ വെളുപ്പിച്ചത് കൂടിക്കൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് വന്നാൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കൈയോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിൽ പോകാം. പക്ഷേ ജസ്റ്റിക്ക് അത് വലിയ പ്രശ്നമൊന്നും അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് വന്നില്ല. ശരിക്കും പറഞ്ഞാൽ നടന്നു കളഞ്ഞ് ഞങ്ങൾ മടുത്തായിരുന്നേ. അതുകൊണ്ട് വീട്ടിലോട്ടും തിരിച്ച് നടന്നു പോകണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് മടിയായിരുന്നേ. നമ്മുടെ വീട്ടിൽ നിന്ന് ടാക്സിക്ക് പോകാനുള്ള ദൂരമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു ഇപ്പം നമുക്ക് ഒറ്റ വണ്ടിയേ ഉള്ളേ. അതുകൊണ്ട് ജസ്റ്റ് അതുകൊണ്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ വണ്ടിയില്ല. പണ്ട് 2 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്തിനു ഈ 2 വണ്ടി? എനിക്ക് ജോലിക്ക് പോകാൻ തൊട്ടടുത്താൽ നടന്നു പോയാൽ മതി. വെറുതെ അതിന് പാർക്കിംഗ് കൊടുക്കണം, ഫ്യൂലും അടിക്കണം, അതിൻ്റെ സർവീസ് ചാർജും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് കൊണ്ട് വണ്ടി കൊടുത്തു. ഇപ്പോഴത് ഓർത്തെ, അത് അബദ്ധമായി പോയി ആ കാണിച്ചത്. കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നു പോകേണ്ട ആവശ്യം വരികയില്ലായിരുന്നല്ലോ. ഏതൊക്കെ ഷോപ്പിംഗ് മോളിൽ കൂടെ തെണ്ടായിരുന്നല്ലേ. ഇപ്പോൾ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടുമൊന്നുമില്ലെന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ശരി, പോയിച്ചു വരാം.